നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ പുട്ടുമാത്തുവിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ പുട്ടുമാത്യു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇയാളുടെ കിളി പോയിട്ടുണ്ടോ എന്ന് പോലും നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും. കേരള പോലീസിനെ പേടിയില്ല, അതുപോലെ തന്നെ പോലീസ് പിടിച്ച് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 10 ദിവസം കള്ളു കുടിക്കാതെ സിഗരറ്റ് വലിക്കാതെ അങ്ങ് ജീവിച്ചുകൊള്ളു എന്നൊക്കെയാണ് പുട്ടുമാത്യു ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പൊ നമുക്ക് പുട്ടുമാത്യു ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇന്ന് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. ചിരി വരുന്നേ, സത്യമായിട്ട് നിങ്ങൾക്കും ചിരി വരും. എന്തായാലും നമുക്ക് വലിച്ചു നട്ടണ്ട, കണ്ടു തുടങ്ങാം. മുതുകോപ്പന്മാരെ, എനിക്ക് നിന്നെയൊക്കെ പുല്ലാ പേടി. പോലീസിനെ എനിക്ക് പേടിയില്ല. മുതുകോപ്പന്മാരെന്ന് ഉദ്ദേശിച്ചത് കേരള പോലീസിനെയാണ്. പോലീസുകാരെ പേടിയില്ല. പോലീസുകാരെ കൈ കിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇടിക്കിട്ടപ്പോ അങ്ങ് പേടിച്ചോളൂ. ഇതേപോലെയുള്ള പുട്ടുകള്ളന്മാരൊക്കെ വന്നിട്ട് കേരള പോലീസിനെ വിമർശിക്കുന്നത് കാണുമ്പോൾ കേരള പോലീസിന്റെ പവർ എന്താണെന്ന് ഇതേപോലെയുള്ള പുട്ടുമാത്യുമാർക്ക് അറിയിച്ചു കൊടുക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. നമ്മുടെ പുട്ടുമാത്യുവിന് കേരള പോലീസിനെ എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്ന് അറിയോ? പുട്ടുമാത്യു തന്നെ പറഞ്ഞു തരും, അതും കൂടി ഒന്ന് കേൾക്കാം. മനസ്സിലാക്ക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ക്രിസ്സംഗി പുട്ടുകള്ളം മാത്യു ഒരു തെറ്റും ചെയ്തിട്ടില്ല. വർഗീയത പറയുന്നത് തെറ്റാണോ? അതായത് ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലുള്ള വർഗീയത തുപ്പുന്നത് തെറ്റാണോ? തെറ്റല്ല. സംഘികൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ പറയും നിങ്ങൾ വർഗീയത പറയുന്നത് തെറ്റാണ്. നിങ്ങൾ എന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇയാളെ ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. യൂട്യൂബ് ചാനലിൽ ഇട്ട പണ്ടത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്ക്. അപ്പൊ മനസ്സിലാവും ഇതേപോലുള്ള പുട്ടുകള്ളന്മാരൊക്കെ എത്ര വലിയ വർഗീയവാദിയാണെന്ന്. തമാശ പറയുന്നല്ല, പണ്ടൊക്കെ ഖത്തറിനെയൊക്കെ ആയിരുന്നു വിമർശിച്ചു കൊണ്ടുവന്നത്. ഇപ്പോ കണ്ണിൽ കാണുന്ന എല്ലാ മുസ്ലിംസിനെയും വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഇന്ത്യയുടെ ഒരു നിയമവും തെറ്റിക്കുന്നില്ല. എനിക്കിതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാനുള്ള അവകാശമുണ്ടെന്നായി പറയുന്നത്? ഇന്ത്യയുടെ ഏത് നിയമത്തിലാണ് പറയുന്നത് പച്ച വർഗീയത അങ്ങ് പറഞ്ഞോട് ഒരു പ്രശ്നവും ഇല്ലാന്ന്? ഇവിടെ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെ എനിക്കിതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, വർഗീയത പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊക്കെ ചാണക സംഖ്യകളുടെ കൂട്ടത്തിലുള്ള ക്രിസ്സംഖ്യകളാണെന്ന് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും നിങ്ങളെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. അതായത് കാസ മെമ്പേഴ്സ് ആയിട്ടുള്ള കുറച്ച് കൂസന്മാര്. അവന്മാരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇതേപോലത്തെ ഊളകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകുന്ന മനസ്സ് ഉണ്ടാക്കുന്ന കാരണം വേറൊന്നുമല്ല, മനസ്സിൽ വർഗീയത ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള ഊളകളൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള കാസാകൂസന്മാരായിട്ടുള്ള കുറച്ച് നാറികൾക്ക് ഉണ്ടാവുന്നത്. അല്ലാതെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ പോലും ഇതേപോലത്തെ ഊളകളെ സപ്പോർട്ട് ചെയ്യൂല. ഞാൻ ഇതിനെ പോലീസിനെ പേടിക്കുന്നു. അത് പറഞ്ഞ ശരിയാണ്. നമ്മുടെ പുട്ടുമാത്യു എന്തിനാണ് പോലീസിനെ പേടിക്കുന്നത്? അത് പോലീസിന്റെ കയ്യിൽ കിട്ടുന്നവരങ്ങ് മനസ്സിലാവും എന്തിനു പേടിക്കണോ പേടിക്കണ്ടേ എന്നൊക്കെ. 2 ഇട്ടി കൂമ്പിന് കിട്ടിക്കഴിഞ്ഞാൽ കിളവ അവിടെ കിടന്നു പോലോ. സംസാരിക്കാൻ പോലുള്ള കഴിവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറ്. എന്നിട്ട് എന്തിനാ പോലീസിനെ പേടിക്കുന്നത്? ഒരു അറ്റ ഇടി മതി, കാര്യമായി പോകും കിളവ. ഇരാറ്റവട്ടെ പറ്റി മിനി താലിബാൻ എന്ന് പറഞ്ഞപ്പം നിനക്കെത്ര കൊള്ളാൻ കാരണം എന്തുവാ? ഈരാറ്റുപേട്ടയെ പറ്റി മിനി താലിബാൻ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വർഗീയത എത്രമാത്രമായിരിക്കുമെന്ന് അവിടെയുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകൾ പറയും അത് താലിബാന്റെ കോളനി തന്നെയാണെന്ന്. മുസ്ലിംസ് കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലമായതിനെ കൊണ്ട് തന്നെ വർഗീയത ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയും. പക്ഷെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ പറയൂല. ഞാൻ ഇന്ത്യ വിട്ടോ, ഞാൻ എന്തോരം പേടിക്കുന്നത്? ഞാൻ സുഡാപ്പിയൊന്നുമല്ല. പുട്ടുകള്ളം മാറ്റി സുഡാപ്പി ഒന്നുമല്ല. നല്ല അസൽ കോണക സംഖ്യയുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട ആളാണ് ക്രിസ്സംഖി. അതായത് ചാണകമൊക്കെ വാരിത്തുന്ന കൂട്ടത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഇതിനൊക്കെ പെടുത്തേണ്ടത്. ഇത് സുഡാപ്പി ഒന്നല്ല, നല്ല അസൽ പച്ച ചാണകം. എന്നെ തൊടാൻ പറ്റത്തില്ല പല കാര്യങ്ങളിലും. പറയാൻ വാക്കുകളില്ല. ചില സമയത്ത് ഇയാൾ ഓരോ തള്ളും, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം, മനസ്സുഖം. തൊടാൻ പറ്റത്തില്ല. കളവനായില്ലടാ, തൊട്ട് കഴിഞ്ഞാൽ തട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ആരും തൊടയില്ല, കേസായി പോയില്ലേ? കളവനായില്ലേ, അതുകൊണ്ടായിരിക്കും തൊടാൻ പറ്റാത്തത്. പോലീസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിടാം, അതൊക്കെ പോലീസിന് പറ്റൂ. പിന്നെന്താ പറ്റാത്തത്? കുനിച്ച് നിപ്പിച്ച് കൂമ്പിന് 2 ഇടി ഇടിക്കാൻ പറ്റൂല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതൊക്കെ വെറുതെയാണ്. അടയാളം പോലും ഇല്ലാതെ ഇടിക്കാൻ കേരള പോലീസിനറിയാം. അതേപോലത്തെ ഒന്നും നിങ്ങൾക്ക് എന്തായാലും കൊള്ളും. പോലീസിനെ പേടിയില്ല, മുതുകളവന്മാരാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? കൊള്ളുന്നേരം പഠിച്ചോളും. ഞാനത് ഇങ്ങനെ എടുക്കുന്നറിയ പോലീസിനെ റിമാൻഡ് ഇടുന്നു മനസ്സിലാക്കുക. അതെൻ്റെ ഒരു ഇൻടോക്സിക്കേഷനാണ്. കാരണം കുറച്ച് ദിവസം കള്ളു കുടിക്കാതെ സിഗരറ്റ് വലിക്കാതെ വെള്ളം അടിക്കാതെ ജയിലില്ലാതെ കിടക്കും. ഇയാളെ പണ്ട് കണ്ടപ്പോയേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. 2 പെഗൊക്കെ അടിച്ചുകൊണ്ടാണ് ചില സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യാറെന്ന്. അത് ഇയാൾ തെളിയിച്ചു കൊണ്ടു നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 14 ദിവസം കള്ളു കുടിക്കാതെ സിഗരറ്റ് വലിക്കാതെ അങ്ങ് അവിടെ പിടിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താ പറയാ, മറ്റേ ജാതിയാടാ, അപ്പി വാരി തിന്നുന്ന ജാതിയില്ലേ, ആ ഒരു കൂട്ടത്തിലാണ് ഇതേപോലെയുള്ള പുട്ടുമാത്യുമാരൊക്കെ പെടുത്തേണ്ടത്. തമാശ പറയുന്നല്ല. കളവനിക്കൊക്കെ ചാവാനുള്ള അവസരം കളവൻ തന്നെ വിളിച്ചു വരുത്താണ്, കള്ളു പിടിച്ച് സിഗരറ്റ് വലിച്ചിട്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. കുറെ കാലം ഒന്നും ഉണ്ടാവൂല, എന്തായാലും തട്ടിപ്പോവാനായിക്കേ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.
ഇപ്പോൾ പോലീസിന്റെ എസ് പിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ആ എസ് പി അത് തിരുത്തിക്കണം. എസ് പിക്ക് തെറ്റ് പറ്റിയത് എങ്ങനെയാണെന്നറിയോ? പച്ച വർഗീയത പറഞ്ഞ് ഇതേപോലുള്ള പുട്ടുകള്ളന്മാർക്കെതിരെ കേസ് എടുത്തതാണ് തെറ്റ്. അതാണ് അങ്ങനെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊക്കെ തിരുത്തിക്കോളാം. അതായത് കേസ് പിൻവലിച്ചോളാണെന്നാണ് ഈ ഇതേപോലെയുള്ള പുട്ടുകള്ളന്മാരൊക്കെ പറയുന്നത്. നിന്റെ തന്തയല്ല പോലീസുകാർ തന്ത, അതൊന്ന് മനസ്സിലാക്കണം പുട്ടുകള്ള. മനസ്സിലായോ? അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പുട്ടുകള്ളനെതിരെ കേസായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അടുത്ത് തന്നെ അറസ്റ്റ് ഉണ്ടാവും. പച്ച വർഗീയത പറഞ്ഞത് കൊണ്ടാണ് പുട്ടുകള്ളനെതിരെ കേരള പോലീസ് കേസെടുത്തത്. എന്നാലും നല്ല കാര്യം തന്നെ. ഇതേപോലെയുള്ള പച്ച വർഗീയവാദികളൊക്കെ അകത്ത് കൊണ്ടുപോയി കൂമ്പിനിട്ട് 2 ഇട്ടി കൊടുത്തിട്ടുണ്ട്. മനസമാധാനമായനെ. അപ്പോൾ വേറൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കുക. കൂട്ടത്തിൽ കൂട്ടിയിട്ട് ചാനൽ വലുതാക്കി തരാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.